ഹലോ, എല്ലാവർക്കും മാക്സിമ കേരള PSC യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസംബർ 16 വളരെ പ്രധാനപ്പെട്ട ചില കറണ്ട് അഫയേഴ്സുകൾ എങ്ങനെയാണോ PSC എക്സാമുകൾക്ക് അതേപോലെ തന്നെ KAS എക്സാമുകൾക്ക് നിങ്ങൾ പഠിക്കേണ്ടത്, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്ന് ഏതൊക്കെ സ്റ്റാറ്റിക് സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പത്രക്കുറിപ്പുകൾ എന്ന് പറയുന്ന കറണ്ട് അഫയേഴ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ ലൈവ് ക്ലാസ്സുകളുടെയൊക്കെ നോട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് എന്തായിരിക്കും, മാക്സിമ PSC എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിലൂടെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ ജോയിൻ ചെയ്യണം. നിങ്ങൾ ഒരു സീരിയസ് PSC ആസ്പിറന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് നോളജും ഒരുപാട് PDF കാര്യങ്ങളും മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭ്യമായിരിക്കുന്നതാണ്. ഓക്കെ, നമ്മളുടെ LDC 2024 ആരംഭം എന്ന് പറയുന്ന ബാച്ച് യൂട്യൂബിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിന്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് മാക്സിമ PSC എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണെങ്കിൽ അതിന്റെ നോട്ട്സും കാര്യങ്ങളും മോക്ക് ടെസ്റ്റുകൾ എല്ലാം നിങ്ങൾക്ക് ലഭ്യമാകുന്നത് എവിടെയായിരിക്കും, ടെലഗ്രാം ചാനലിലായിരിക്കും. ഒരിക്കൽ കൂടി പറയാണ്, നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യുക, ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ പോയിട്ട് ജോയിൻ ചെയ്യണം. അടുത്തൊരു കാര്യം, ഇപ്പോ മുൻ മന്ത്രിയായിരുന്ന KP വിശ്വനാഥൻ എന്ത് ചെയ്തിട്ടുണ്ട്, അന്തരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്നു, മുൻ മന്ത്രിയായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന റീസെന്റ് ആയിട്ട് അന്തരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പേര് KP വിശ്വനാഥൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കരുണാകരൻ അതേപോലെ തന്നെ ഉമ്മൻചാണ്ടി ഈ പറയുന്ന രണ്ട് സർക്കാരുകളുടെ കീഴിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വനം മന്ത്രിയായിട്ടുണ്ട്. 6 തവണ MLA ആയിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, മത്സരിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. 1972 മുതൽ KPCC അംഗമാണ്. 1977-80 ഈ പറയുന്ന കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ നിന്നും 87, 91, 96, 2001 ഈ പറയുന്ന സമയങ്ങളിൽ കൊടകരയിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, നിയമസഭയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ 6 പ്രാവശ്യം MLA ആയിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ്, 1991 മുതൽ 94 വരെ കരുണാകരന്റെയും 2004 മുതൽ 2005 വരെ ഉമ്മൻചാണ്ടിയുടെയും മന്ത്രിസഭകൾ എന്തായിട്ടുണ്ട്, വനം മന്ത്രിയായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അതേ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന വനം മാഫിയ അതുപോലെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്നതിന്റെ പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, മന്ത്രിസ്ഥാനം രാജിവെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ 2006, 2011 ഈ സമയത്ത് മത്സരിച്ചെങ്കിലും എന്ത് ചെയ്തിട്ടില്ല, ഈ പറയുന്ന പരാജയപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഈ പറയുന്ന മീൻസ് എന്താണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തൊരു കാര്യം, KP വിശ്വനാഥൻ. അപ്പൊ നമ്മള് ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്, കാലാവധി പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഒരു മന്ത്രി കൂടിയാണ് ഇദ്ദേഹം, അല്ലെ? ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ജസ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയാൽ മാത്രം മതി. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങളോട് ചോദിക്കില്ല. അപ്പൊ KP വിശ്വനാഥൻ എന്ന് പറയുന്ന ഒരു മുൻ മന്ത്രിയാണ്, കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം മന്ത്രിയായിരുന്നത് എപ്പോഴാണ്, അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് രീതിയിലൊക്കെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും നിങ്ങൾക്ക് ഉത്തരം മുട്ടാൻ പാടില്ല. അതുകൊണ്ട് മാത്രം ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അടുത്തൊരു കാര്യം, പാർലമെന്റ് മന്ദിരം, അല്ലെ? ഇപ്പൊ പാർലമെന്റ് മന്ദിരം, ഈ പാർലമെന്റ് മന്ദിരത്തിലെ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു, അല്ലെ? പാർലമെന്റ് മന്ദിരത്തിൽ മുമ്പ് 2001 ഡിസംബർ 13 എന്ത് ചെയ്തത്, അന്ന് പാർലമെന്റ് മന്ദിരത്തിന് നേരെ അറ്റാക്ക് ഉണ്ടായിരുന്നത്. അതേ സമയത്ത് അതേ ദിവസം 22 വർഷങ്ങൾക്ക് ശേഷം അതേ ദിവസം പുതിയ പാർലമെന്റ് മന്ദിരത്തിലും എന്ത് ചെയ്തു, ഒരു ആക്രമണത്തിനുള്ള ഒരു മീൻസ് എന്ത് ചെയ്തു, ഒരു ചെറിയ ഒരു നടപടിക്രമം. ആക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഒരു പുകഗൺ അല്ലെങ്കിൽ സ്മോക്ക് ഗൺ ഒക്കെയാണ് യൂസ് ചെയ്തത്. വാട്ട് എവർ ഇറ്റ് മേ ബി, എന്തായാലും ഇതെന്താണ്, ഒരു സെക്യൂരിറ്റി, ഒരു സുരക്ഷാ വീഴ്ചയായി കാണേണ്ടതുണ്ട്. കാരണം അത്രയും ഇപ്പൊ മുമ്പത്തെ ന്യൂസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാരണം സുരക്ഷ എന്ന് പറഞ്ഞാൽ ഒരു MP യുടെ റെഫറൻസ് വേണം. അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഘട്ടങ്ങളിലൂടെയുള്ള
ഈ പറയുന്ന ചെക്കിനൊക്കെ കഴിഞ്ഞിട്ടാണ് പാർലമെന്റിൽ എത്തുന്നത്. അങ്ങനെ പാർലമെന്റിൽ എത്തിയ ആളുകൾ ഇത്തരത്തിൽ ഇപ്പം പുതിയ FIR ഒക്കെ വരുന്നത് എന്താണ്? ഇവര് വളരെ വിദഗ്ധമായിട്ടാണ് ഈ പറയുന്ന സ്മോക്ക് ഗണ്ണുകൾ എന്ത് ചെയ്തത്, പാർലമെന്റ് മന്ദിരത്തിലേക്ക് കൊണ്ടുപോയത്. വാട്ട് എവർ ഇറ്റ് മേ ബി എന്താണ്, അതൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ പാർലമെന്റ് സുരക്ഷാ വീഴ്ചയിൽ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി ഇവരാരും എന്ത് ചെയ്തിട്ടില്ല, പ്രതികരിച്ചിട്ടില്ല. അപ്പൊ ഇത് ആദ്യമായിട്ടൊന്നുമല്ല, പല വിവാദപരമായ പല വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും, ഇപ്പൊ മണിപ്പൂർ ഇഷ്യൂ ഉണ്ടായപ്പോ അതേപോലെയുള്ള പല വിഷയങ്ങളിലും എന്ത് ചെയ്തിട്ടില്ല, ഈ പറയുന്ന പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ മൗനം പാലിച്ചതാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി ഇവര് രണ്ടുപേരും എന്ത് ചെയ്തിട്ടില്ല, ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഒരു BJP MLA റെക്കമെൻഡേഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഇവര് പാർലമെന്റ് മന്ദിരത്തിൽ കയറിയിരിക്കുന്നത്. അതേപോലെ ഇതിൽ പ്രതിഷേധിച്ചതിന്റെ പേരിൽ 14 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനൊരു കാര്യം പറയാം, ഇവിടെ പാർലമെന്റിൽ സസ്പെൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യം റൂള് 373, 374, 374A ഈ പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ 374A എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് സസ്പെൻഷൻ ആണ്. റൂള് 373, 374. അപ്പൊ ഇതൊക്കെ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, പാർലമെന്റിൽ ഈ പറയുന്ന സസ്പെൻഷൻ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഡിഗ്രി ലെവലിലൊക്കെയുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ പാർലമെന്റ് അംഗങ്ങളുടെ സസ്പെൻഷൻ നിങ്ങൾ എല്ലാ ദിവസവും എല്ലാം പഠിക്കേണ്ട. അപ്പൊ ഇന്ന് നമ്മൾ പറയുന്ന ചില ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇന്നോ നാളെയായി പഠിക്കുക. അപ്പൊ ഈ പാർലമെന്റ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തു. 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ആഭ്യന്തര മന്ത്രി, പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നു. അതോടൊപ്പം എന്താണ്, 14 അംഗങ്ങൾ എന്ത് ചെയ്തു, സസ്പെൻഡ് ചെയ്തു. അപ്പൊ ഇത് എങ്ങനെയാണ് സസ്പെൻഷൻ, അതേപോലെ തന്നെ സസ്പെൻഷന്റെ സാധ്യത എത്രയാണ്? അപ്പൊ സാധാരണ രീതിയിൽ അന്നത്തെ സഭാ സമ്മേളനം അവസാനിക്കുന്നത് വരെയാണ് സസ്പെൻഷൻ. ചിലപ്പോൾ എന്ത് ചെയ്യും, 4-5 സമ്മേളനങ്ങൾ വരെ എന്ത് ചെയ്യും, സസ്പെൻഡ് ചെയ്യാറുണ്ട്. അടുത്തൊരു കാര്യം, BJP ഒരിക്കൽ കൂടി എന്താണ്, ഉത്തരം മുട്ടുകയാണ് പാർലമെന്റിന്റെ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യം അല്ലെ. അപ്പോ ലോക്സഭ സമ്മേളിച്ചത് അല്ലെങ്കിൽ എന്താണ് സെക്കൻഡുകൾ, രാജ്യസഭ 10 മിനിറ്റും എന്ത് ചെയ്തിട്ടുണ്ട്, സമ്മേളിച്ചിട്ടുണ്ട്. കാരണം അപ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ട്, പ്രതിപക്ഷ ബഹളങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ പാർലമെന്റിനകത്തും പുറത്തും സുരക്ഷാ വീഴ്ചയിൽ വളരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ്. കാരണം മുൻപത്തെ പാർലമെന്റ് മന്ദിരം അതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ എടുത്തു കാണിച്ചിട്ടാണല്ലോ ഈ പറയുന്ന എന്താണ് ഈ പുതിയ വിസ്ത അല്ലെങ്കിൽ പാർലമെന്റ് വിസ്ത എന്ന് പറയുന്ന വളരെ വലിയൊരു പദ്ധതി കൊണ്ടുവന്നത്. അതേ സമയത്ത് അവിടെയും ഈ സുരക്ഷാ വീഴ്ച ഉണ്ടാവുക എന്ന് പറയുന്നത് എന്താണ്, അത് അത്ര ശുഭകരമായ ഒരു കാര്യമല്ല. അപ്പൊ അത് കൃത്യമായ രീതിയിൽ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. അടുത്തത്, ഇസ്രായേൽ ഹമാസ് യുദ്ധം. നിങ്ങൾക്കറിയാം, ഇപ്പൊ ഇസ്രായേൽ വളരെ ശക്തമായ രീതിയിൽ ഹമാസിനെ പരിപൂർണമായും അവസാനിപ്പിച്ചിട്ട് മാത്രമേ ഞങ്ങൾ യുദ്ധം എന്ത് ചെയ്യുള്ളൂ, അവസാനിപ്പിക്കുകയുള്ളൂ. അപ്പൊ ഹമാസിനെ തകർക്കൽ ദുഷ്കരമെങ്കിലും യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. മുതിർന്ന നേതാക്കളെ ലക്ഷ്യമിട്ട് അടുത്ത ഘട്ട യുദ്ധം US സുരക്ഷാ ഉപദേഷ്ടാവ്. ഇപ്പോ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ, UN സെക്യൂരിറ്റി കൗൺസിൽ എന്ത് ചെയ്തു, ഒരു പ്രമേയം അവതരിപ്പിച്ചു യുദ്ധം അവസാനിപ്പിക്കാൻ. അടിയന്തര പ്രമേയമാണ്. UN സെക്രട്ടറി ജനറൽ അദ്ദേഹത്തിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് വിളിച്ചുകൂട്ടിയതാണ്. അപ്പൊ 10 താൽക്കാലിക അംഗങ്ങളും 5 പെർമനന്റ് മെമ്പേഴ്സും ഉള്ളതിൽ താൽക്കാലിക അംഗങ്ങൾ പരിപൂർണമായി സപ്പോർട്ട് ചെയ്തെങ്കിലും ഈ പറയുന്ന 3 അംഗങ്ങളാണ് എന്ത് ചെയ്തത്, അനുകൂലിച്ച് വോട്ട് ചെയ്തത്. US വീറ്റോ ചെയ്തതോടുകൂടി എന്ത് ചെയ്തു, അത് ആ ഒരു പ്രമേയം അവസാനിച്ചു. ഇതൊരു ഭരണഘടനയുടെ UN-ന്റെ ജനാധിപത്യപരമല്ലാത്ത ഒരു സംവിധാനമാണ് UN സെക്യൂരിറ്റി കൗൺസിൽ. കാരണം അതിൽ പെർമനന്റ് മെമ്പേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, വീറ്റോ ചെയ്യാൻ പറ്റും. അതേ സമയത്ത് യുണൈറ്റഡ് നാഷൻസ് ജനറൽ അസംബ്ലി അങ്ങനെയല്ല. അവിടെ എല്ലാ മെമ്പേഴ്സിനും ഒരു വോട്ട് മാത്രമേ ഉള്ളൂ. അവിടെ 193 അംഗങ്ങളുണ്ട്. അവിടെ ഈ വോട്ടിംഗ് വന്നപ്പം എന്ത് ചെയ്തു, 153 രാജ്യങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്തു. അതേസമയം 10 രാജ്യങ്ങൾ പ്രതികൂലമായി വോട്ട് ചെയ്തു, 23 രാജ്യങ്ങൾ വിട്ടുനിന്നു. അങ്ങനെ സംഭവിച്ചപ്പോൾ എന്ത് ആയി, 4-ൽ 3 ഭൂരിപക്ഷത്തിലാണ് എന്ത് ചെയ്യുന്നത്, യുണൈറ്റഡ് നാഷൻസ് ജനറൽ അസംബ്ലിയിൽ പ്രമേയം പാസ്സാക്കേണ്ടത്. ഇവിടെ 5-ൽ 4 ഭൂരിപക്ഷത്തിൽ 80% ആളുകളും അനുകൂലിച്ചതോടുകൂടി എന്ത് ചെയ്തു, ആ പ്രമേയം പാസ്സായി. US പോലെയുള്ള 10 രാഷ്ട്രങ്ങൾ ഇതിനെ എതിർത്തിരുന്നു. പക്ഷെ എന്ത് ചെയ്തു, ഭൂരിപക്ഷം വന്നതോടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് പാസ്സായിട്ടുണ്ട്. അതേസമയത്ത് ഒക്ടോബർ ഇതിൽ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന മീൻസ് ഈ 153 രാജ്യങ്ങളിൽ ഇന്ത്യയും പെടുന്നുണ്ട്.
വെടിനിർത്തൽ അവസാനിപ്പിക്കണമെന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടി. അതേസമയത്ത് ഒക്ടോബർ 27 ഇതുപോലെയുള്ള ഒരു പ്രമേയം വന്നപ്പം അന്ന് ഇന്ത്യ എന്ത് ചെയ്തതാണ്? അതിൽ നിന്ന് വിട്ടുനിന്നതാണ്. അപ്പൊ ഹമാസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഒരിക്കലും കീഴടങ്ങില്ല. എത്ര സമയം അല്ലെങ്കിൽ അവർക്ക് എത്രമാത്രം പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ അത്രയും കാലം എന്ത് ചെയ്യും? പിടിച്ചു നിൽക്കും. ഇപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഇസ്രായേല് ഇപ്പൊ നമ്മൾക്ക് ബോംബെ ഒരു താജ് ഹോട്ടൽ അറ്റാക്ക് ഒക്കെ ഇല്ലായിരുന്നോ? അപ്പൊ ഈ സമയം അതേപോലെ തന്നെ പാർലമെന്റ് അറ്റാക്ക്, ഈ സമയത്തൊക്കെ നമ്മൾക്ക് അറിയാം ലഷ്കർ എ തൊയ്ബയോ അതുപോലെയുള്ള പാക് തീവ്രവാദി സംഘടനകളാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? അന്ന് ആ സംഘടനകൾക്കെതിരെയോ ആ രാജ്യത്തിനെതിരെയോ പരസ്യമായ രീതിയിൽ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഈ പറയുന്ന ഇഷ്യൂ ഉണ്ടാക്കുന്നതിലൂടെ ഇവർ ഉയർത്തിപ്പിടിക്കുന്ന ചില താല്പര്യങ്ങൾ ഉണ്ടാവും. അത് ചർച്ചാ വിഷയമാവുകയും പിന്നീട് നമ്മളുടെ ആവശ്യങ്ങൾ ചർച്ചയ്ക്ക് വിധേയമല്ലാത്തൊരു രീതി വരും. ഇവിടെയും സംഭവിച്ചത് അത് തന്നെയാണ്. ഇപ്പൊ ഇസ്രായേൽ, സൗദി ഇതുപോലെയുള്ള രാജ്യങ്ങൾ തമ്മിൽ നോർമലൈസേഷൻ ടോക്ക് വരുന്നു. ഇറാൻ, സൗദി ഈ പറയുന്ന രാജ്യങ്ങൾ തമ്മിൽ നോർമലൈസേഷൻ വരുന്നു. അപ്പൊ ഈ പാലസ്തീനിയൻ കോസ് എന്ന് പറയുന്നത് ചിത്രത്തിലെ ഇല്ലാതായി പോകുന്ന ഒരു ഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഹമാസ് അറ്റാക്ക് ഉണ്ടാകുന്നത്. അപ്പോ ഈ സമയത്ത് എന്ത് ചെയ്താൽ മതി? ഇസ്രായേലിന് ഒരു സംയമനം പാലിച്ചാൽ മതിയായിരുന്നു. ഇസ്രായേൽ സംയമനം പാലിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഈ പറയുന്ന ഇസ്രായേലിനെ ഹമാസ് അറ്റാക്ക് ചെയ്ത കാര്യം അവിടെ മുഴച്ചു നിൽക്കുകയും കുറച്ചുകൂടി സംയമനത്തിൽ ഇസ്രായേൽ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇസ്രായേൽ സംയമനം പാലിച്ചു എന്നൊരു രീതി ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടും. അപ്പൊ എല്ലാവരും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യായിരുന്നു. പക്ഷെ ഇസ്രായേൽ എന്ത് ചെയ്തു? ഇവിടെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയി. ഇന്റർനാഷണൽ ഹ്യൂമനിറ്റേറിയൻ ലോ, ജനീവ കൺവെൻഷൻ, എല്ലാ കൺവെൻഷനെയും കാറ്റിൽ പറത്തുന്ന രീതിയിൽ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് ദശലക്ഷക്കണക്കിന് ആളുകളോടാണ് എന്ത് ചെയ്യുന്നത്? നെതേൺ ഗാസയിൽ നിന്ന് പോകാൻ പറഞ്ഞ്, പിന്നീട് സദേൺ ഗാസയിൽ നിന്ന് പോകാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ സിവിലിയൻസോ കോമ്പാറ്റൻസോ ഈ പറയുന്ന ഒരു രീതിയിൽ വ്യത്യാസവും ഇല്ലാതെയാണ് എന്ത് ചെയ്തത്? ഇസ്രായേൽ അറ്റാക്ക് ചെയ്തത്. അതുകൊണ്ട് ഇപ്പൊ എന്ത് സംഭവിച്ചു? ഹമാസിനാണ് എന്ത് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ പിന്തുണ. ഇപ്പൊ ഇസ്രായേലിനെതിരെ വളരെ ശക്തമായ രീതിയിൽ ഒരുപാട് ക്യാമ്പയിൻ, ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യണം, ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് EU അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ വരെ ഇസ്രായേലിനോട് യുദ്ധം അവസാനിപ്പിക്കണം, സംയമനം പാലിക്കണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. US എന്ത് ചെയ്തു? ഇസ്രായേലിൽ നിന്നുള്ള ആളുകൾക്ക് അഥവാ വെസ്റ്റ് ബാങ്കിൽ പലസ്തീനിയൻസിനെ അറ്റാക്ക് ചെയ്ത ആളുകൾക്ക് വിസ നിഷേധിച്ചു. ഇപ്പൊ UK നിഷേധിച്ചു. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഹമാസിന് പരോക്ഷമായ രീതിയിലുള്ള സപ്പോർട്ട് ലഭിക്കുന്നു. ഇപ്പൊ സ്വാഭാവികമായും ഈ ഒരു പ്രശ്നം തുടങ്ങിയ സമയത്ത് ഹിസ്ബുള്ള, അതേപോലെ തന്നെ എന്താണ് യമനിലെ ഹൂത്തികൾ, ഇവരൊക്കെ യുദ്ധമുഖത്തേക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? ഇവരൊന്നും വന്നിട്ടില്ല. എന്തുകൊണ്ടാണ്? ഈ വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നതിന് സ്റ്റെബിലിറ്റി പോകും എന്നുള്ള ഒരു ധാരണയുള്ളത് കൊണ്ട് മാത്രമാണ് ഇറാൻ ആയാലും അതേപോലെ തന്നെ മറ്റു സംവിധാനങ്ങളൊന്നും എന്ത് ചെയ്യാത്തത്? ഈ മേഖലയിലേക്ക് കടന്നു വരാത്തത്. ഇപ്പൊ ഇസ്രായേലിനെതിരെ വരുന്ന ആരോപണം UN അംഗീകരിക്കുന്നില്ല. UN ഒഫീഷ്യൽസ് അവരുടെ ഓഫീസുകൾക്ക് നേരെ, അതേപോലെ തന്നെ മീഡിയാസിന് നേരെ, ഇതുപോലെയുള്ള ആളുകൾക്ക് ഒക്കെ നേരെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടാണ്. അപ്പൊ ഒരു മനുഷ്യാവകാശ ലംഘനം എന്ന പേരിൽ US ഇസ്രായേലും എന്ത് ചെയ്യുന്നുണ്ട്? വളരെ ശക്തമായ രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നു. ഇപ്പൊ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിൽ ഈ പ്രമേയം പാസ്സായതോടെ പ്രതിക്കൂട്ടിലായതാരാണ്? ഇസ്രായേലും US ആണ്. ഇപ്പൊ US നിന്ന് പ്രതിനിധികൾ എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടമായിട്ട് ഇസ്രായേലിലേക്ക് പോയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അനുനയത്തിന് വേണ്ടിയിട്ട്, അല്ലെ? കാരണം ഇസ്രായേൽ US എന്ന് പറയുന്ന ഒരു ബന്ധം അത് വളരെ ശക്തമായ രീതിയിൽ ഒരുപാട് കാലമായി തുടർന്നു പോരുന്ന ഒന്നാണ്. അപ്പോൾ അതിൽ ഒരു വീഴ്ച പറ്റുന്നത് എന്താണ്? US ഭീഷണിയാണ്. കാരണം US ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു ജൂത ലോബിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലോബിയുടെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് US ഒരിക്കലും എന്ത് ചെയ്യില്ല? ഇസ്രായേലിനെതിരായിട്ട് സംസാരിക്കില്ല. അങ്ങനെ ഇസ്രായേലിനെതിരായിട്ട് സംസാരിക്കാൻ US മീൻസ് ആ ഒരു സ്ഥൈര്യവും ധൈര്യവും ഉണ്ടായിരുന്നെങ്കിൽ ഈ ഡിസംബർ 9 നടന്ന യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ ഒരിക്കലും എന്തില്ലായിരുന്നു? US വീറ്റോ ചെയ്യില്ലായിരുന്നു. അപ്പൊ US വേണേ അബ്സ്റ്റെയിൻ ചെയ്യായിരുന്നു. പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്? US അതിനെതിരെ വീറ്റോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹമാസിന് എന്ത് ചെയ്യുന്നുണ്ട്? വളരെ ശക്തമായ രീതിയിലുള്ള ഒരു പിന്തുണ ആഗോളതലത്തിൽ ലഭിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇസ്രായേലിനോട് എല്ലാ രീതിയിലും യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി
നയപരമായി ചെയ്യാവുന്ന എല്ലാ രീതികളും സ്വീകരിച്ചിട്ടും എന്ത് ചെയ്യുന്നില്ല, ഇസ്രായേൽ അത്തരത്തിലുള്ള ഒരു വഴങ്ങൽ നടത്താത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പല രീതിയിലും പരോക്ഷമായ രീതിയിൽ എന്ത് ചെയ്യുന്നത്, ഹമാസിന് സപ്പോർട്ട് ലഭിക്കുന്നത്. ഓക്കെ, അടുത്തൊരു കാര്യം, തടവുകാരുടെ അവധി. പരോൾ അപേക്ഷകളിൽ 3 ആഴ്ചക്കകം തീരുമാനമെടുക്കണമെന്ന് കേരള ഹൈക്കോടതി. അപ്പൊ തടവുകാർ അടിയന്തര അവധിയോ പരോളോ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയാൽ ജയിൽ അധികൃതർ എന്ത് ചെയ്യണം, 3 ആഴ്ചക്കകം തീരുമാനമെടുക്കണം. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, തീരുമാനം ഒരാഴ്ചക്കകം ബന്ധുക്കളെ അറിയിക്കണമെന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. അപ്പൊ ഈ പറയുന്ന രീതിയിൽ പരോള്, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന അടിയന്തര അവധി, അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ എന്ത് ചെയ്യണം, 3 ആഴ്ചക്കകം തീരുമാനമെടുക്കണം എന്ന് ഉത്തരവിട്ടിരിക്കുന്നത് ആരാണ്, കേരള ഹൈക്കോടതിയാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഒരു കാര്യം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തൊരു കാര്യം, ഇപ്പോ റീസെന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് അറിയാവുന്നത് എന്താണ്, ഈ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യുന്നു, 2 മണ്ഡലങ്ങളിലല്ലേ ഒരാൾക്ക് മത്സരിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിക്ക് എന്ത് ചെയ്യും, സേഫ് സോൺ ആയിട്ടുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിക്കും. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യും, കേരളത്തിൽ ഒരു മണ്ഡലത്തിലും മത്സരിക്കും. ഇപ്പം എന്താണ്, കഴിഞ്ഞ വർഷം രാഹുൽ ഗാന്ധി ചെയ്തതുപോലെ പ്രധാനമന്ത്രിക്കെതിരെ ഒരു മണ്ഡലത്തിൽ മത്സരിച്ചു. അതോടൊപ്പം തന്നെ എന്ത് ചെയ്തു, കേരളത്തിലെ വയനാട് എന്ന് പറയുന്ന മണ്ഡലത്തിൽ മത്സരിച്ചല്ലോ. അപ്പൊ മാക്സിമം 2 മണ്ഡലത്തിലാണ് മത്സരിക്കാൻ പറ്റുക. അപ്പൊ പ്രധാനമന്ത്രി എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഈ പറയുന്ന ഒരു മണ്ഡലത്തിൽ മത്സരിക്കും ഉറപ്പുള്ള. അതോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്, തൃശ്ശൂരിലായിരിക്കും എന്ത് ചെയ്യുന്നത്, മത്സരിക്കാനുള്ള സാധ്യത. അപ്പൊ 2 സ്ഥലത്താണ് പോസിബിലിറ്റി ഉള്ളത്, ഒന്നുകിൽ തിരുവനന്തപുരം അല്ലെങ്കിൽ തൃശ്ശൂര്. അപ്പൊ തൃശ്ശൂരിൽ സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ മഹിളാ സംഗമം BJP സംസ്ഥാന പ്രസിഡന്റ് എന്ത് ചെയ്യുന്നുണ്ട്, സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രധാനമന്ത്രി തൃശ്ശൂരിൽ എത്തുന്നുണ്ട്. അപ്പൊ ഈ തേക്കിൻകാട് മൈതാനത്താണ് ഇത് നടക്കുന്നത്. പ്രധാനമന്ത്രി പങ്കെടുക്കും. 2 ലക്ഷം സ്ത്രീകൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ അംഗൻവാടി, തൊഴിലുറപ്പ്, കുടുംബശ്രീ പ്രവർത്തകരും ഉണ്ടാകുന്നതായിരിക്കും. അപ്പൊ ഈ പറയുന്ന വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിക്ക് കേരളത്തിന്റെ അഭിനന്ദനം അറിയിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഇത്. അപ്പൊ ഇദ്ദേഹം പ്രധാനമന്ത്രി എന്ത് ചെയ്യുന്നുണ്ട്, ജനുവരി 2-ന് തൃശ്ശൂരിൽ എത്തുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഇദ്ദേഹം ഈ പറയുന്ന ഒരു വർഷം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലോക്സഭ തെരഞ്ഞെടുപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരിക്കാനുള്ള ഒരു സാധ്യത എന്ത് ചെയ്യുന്നുണ്ട്, ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും എന്ത് ചെയ്യും, അതിന്റെ അപ്ഡേറ്റുകൾ നമ്മൾക്ക് വരും ദിവസങ്ങളിൽ എന്തായിരിക്കും, ലഭിക്കുന്നതായിരിക്കും. അടുത്തൊരു കാര്യം, ടൈക്കോൺ കേരള സംരംഭക സമ്മേളനം. അപ്പൊ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു സംരംഭക സമ്മേളനമാണ് എന്ത് ചെയ്യുന്നത്, ടൈക്കോൺ കേരള. ഇത് 2023 ആരംഭിച്ചിട്ടുണ്ട്. എവിടെയാണ്, ഇൻഡസ് എന്റർപ്രണേഴ്സ് കേരള ചാർട്ടർ സംഘടിപ്പിച്ച 12ാമത് സമ്മേളനം ഭാരത് ബയോടെക് ഇന്റർനാഷണൽ ലിമിറ്റഡ് MD പത്മഭൂഷൺ സുചിത്ര എല്ലാ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് എവിടെയാണ്, കൊച്ചിയിലാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഒരു കാര്യം എന്ത് ചെയ്യുക, സംസ്ഥാനത്തെ ഏറ്റവും വലിയ സംരംഭക സമ്മേളനമായ ടൈക്കോൺ കേരള. അപ്പൊ ടൈക്കോൺ കേരള 2023. അപ്പൊ അതെന്ത് ചെയ്യണം, ഈ പറയുന്ന ഒരു കാര്യം എവിടെയാണ് നടന്നത് എന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞു വെക്കുക. അടുത്തൊരു കാര്യം, ബേപ്പൂര്. ഇപ്പൊ കേരളവും അതേ സമയത്ത് ലക്ഷദ്വീപും തമ്മിൽ ഒരുപാട് കാലത്തെ ഒരു അവേദ്യമായ ബന്ധം ഉണ്ടായിരുന്നു. ഇപ്പൊ ലക്ഷദ്വീപില് ഇപ്പൊ പുതിയ എന്താണ് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ആരാണ്, പ്രഫുൽ പട്ടേൽ. അപ്പൊ ഇദ്ദേഹം വന്ന സമയത്ത് തന്നെ എന്ത് ചെയ്തിരുന്നു, ഈ പറയുന്ന കൊച്ചിയിൽ നിന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ, ഈ പറയുന്ന ലക്ഷദ്വീപും ബേപ്പൂരുമായുള്ള ബന്ധം ഒഴിവാക്കിയിട്ട് മാംഗ്ലൂരുവിലേക്ക്, അഥവാ മൊത്തം മാംഗ്ലൂരുവിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അന്ന് പരാജയപ്പെട്ടതാണ്. പക്ഷേ ഇപ്പം ഈ പറയുന്ന ബേപ്പൂര് ദ്വീപ് ബന്ധം അത് അവതാളത്തിലാവാനുള്ള സാധ്യതയാണ്. കാരണം എന്ത് ചെയ്യും, ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ കാര്യാലയങ്ങൾ മാംഗ്ലൂരുവിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനമുണ്ട്. അപ്പൊ അരനൂറ്റാണ്ട് കാലത്തോളം ലക്ഷദ്വീപും കേരളവുമായുള്ള ബന്ധമാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന മാംഗ്ലൂരുവിലേക്ക് ലക്ഷദ്വീപിന്റെ ഔദ്യോഗിക കാര്യാലയങ്ങൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം. ഓക്കെ ആണോ? അപ്പൊ ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കണേ. അപ്പൊ എവിടേക്കാണ് പോകുന്നത്, മുമ്പ് കേരളത്തിലായിരുന്നു, ഇനി എങ്ങോട്ടാണ് പോകുന്നത്, ഇത് പോകുന്നത് എങ്ങോട്ടാണ്, മാംഗ്ലൂരു. ബാംഗ്ലൂർ അല്ലട്ടോ, മംഗലാപുരം അല്ലെങ്കിൽ മാംഗ്ലൂരു എന്ന് പറയും. അപ്പൊ ഈ പറയുന്ന ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത്, ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റിന് സുവർണ ചകോരം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഏതാണ് ഫിലിം, ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയുന്ന ഫിലിമിനാണ്. അപ്പൊ കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര സമാപന ചടങ്ങിൽ സമഗ്ര സംഭാവനക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം പോളിഷ് സംവിധായകനായ ക്രിസ്റ്റഫ് സനൂസിക്കാണ് എന്ത് ചെയ്യുന്നത്, അടൂർ ഗോപാലകൃഷ്ണൻ നൽകിയിരിക്കുന്നത്.
അപ്പൊ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ ചകോരം എന്ന് പറയും. അത് ജപ്പാനീസ് ചിത്രമാണ് ഈവിൾ വിസ് നോട്ട് എക്സിസ്റ്റ്. ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയുന്ന ചിത്രത്തിനാണ് മികച്ച സംവിധായകനുള്ള രജത ചകോരം അവാർഡ് ആർക്കാണ്? നമ്മളുടെ ഈ പറയുന്ന മീൻസ് ഷോക്കിബ് കോലിക്കോവ് അദ്ദേഹത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ, മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരവും നവാഗത സംവിധായകനുള്ള പുരസ്കാരവും ആരാണ്? ഈ പറയുന്ന മലയാള ചിത്രം തടവിനാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ഒരുപാട് ഫാക്റ്റുകൾ ഉണ്ട് കേട്ടോ. അപ്പം മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം എന്ന് പറയുന്ന സിനിമക്കാണ്. അതേപോലെ മികച്ച സംവിധായകനുള്ള രജത ചകോരം, അത് ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരവും ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? ഷോക്കിർ കെലോക്കവാനി. അപ്പൊ അതേപോലെ മികച്ച മത്സരത്തിനുള്ള ഫിപ്രിസി പുരസ്കാരം സ്പാനിഷ് സംവിധായകൻ ഫെലിപ്പോ കാർമോർണിയുള്ള അല്ലെങ്കിൽ എന്താണ് പ്രിസൺ ഇൻ ദി ആൻഡ്സിനാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഈ ഫാക്ടുകൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്, അതിനാണ് സുവർണ ചകോരം ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അതോടൊപ്പം ഇവിടെ എന്തുണ്ട്, മറ്റൊരു കാര്യം കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, രജത ചകോരം അതുണ്ട്. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അതേ സമയത്ത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റിനാണ് സുവർണ ചകോരം ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഫാക്ടുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. കാരണം സുവർണ ചകോരം മറ്റു കാര്യങ്ങളൊന്നും നിങ്ങൾ ഡെപ്തിൽ പഠിക്കേണ്ട. സുവർണ ചകോരം അതുപോലെയുള്ള പ്രധാനപ്പെട്ട അവാർഡുകൾ മാത്രം എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. രജത ചകോരം, അപ്പൊ ഈ പറയുന്നത് കൂടി എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. അപ്പൊ ഏതാണ് ചിത്രം, അത് ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? അതേപോലെ തന്നെ എന്താണ് നമ്മൾ ഈ പറഞ്ഞ സുവർണ ചകോരം, അപ്പൊ ഏതാണ് ഫിലിം, അത് ആരാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്? അപ്പൊ ഇത്രയും കാര്യങ്ങൾ. അവ രജത ചകോരവും ഏഷ്യൻ ചിത്രത്തിനുള്ള നാറ്റ്പാക് പുരസ്കാരവും അതും എന്താണ് നമ്മൾ ഈ പറഞ്ഞ രജത ചകോരം ലഭിച്ച ആൾക്ക് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. അതേപോലെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം. ഇന്ത്യയിലെ മികച്ച നവാഗത സംവിധായകനുള്ളത് ആർക്കാണ്? മോഹനൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കോൾവാൾ അല്ലെങ്കിൽ കോർവാൾ എന്ന് പറയുന്ന സിനിമയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ എന്താണ് പിടിയിലായ നിഖൽ, ഇപ്പം ഖലിസ്ഥാൻ നേതാവ് ആരാണ്? ഗർബന്തുൻ സിംഗ് പന്നൂൻ. അപ്പൊ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ എന്താണ് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്നതിന്റെ പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിഖിൽ ഗുപ്ത അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, പിടിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അദ്ദേഹത്തെ വിട്ടുകിട്ടാൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇടപെടാനാകില്ല എന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട്. അദ്ദേഹത്തോട് നിഖിൽ ചെക്ക് കോടതിയെ സമീപിക്കണമെന്നാണ് സുപ്രീം കോടതി. കാരണം ഇന്ത്യയും US-ഉം തമ്മിലുള്ള ബന്ധത്തിന് വളരെ വലിയ രീതിയിലുള്ള ഉലച്ചിലുകൾ സൃഷ്ടിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു എന്ത് ചെയ്യുന്നത്, പന്നൂന്റെ കൊലപാതകം അല്ലെങ്കിൽ പന്നൂന്റെ കൊലപാതകത്തിനുള്ള ശ്രമം. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, നജീർ എന്ത് ചെയ്തു, അദ്ദേഹം ബ്രിട്ടീഷ് കൊളംബിയയിൽ വെച്ച് കൊല്ലപ്പെട്ടു. അതിൽ ഓൾറെഡി കാനഡ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിലാണ് എന്ത് ചെയ്യുന്നത്, പന്നൂനെതിരെ വധഭീഷണിയുണ്ട് എന്ന് അദ്ദേഹം എന്ത് ചെയ്തു, അത് പരസ്യമായി പ്രഖ്യാപിക്കുകയും US അന്വേഷണത്തിലൂടെ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി നിഖിൽ ഗുപ്ത എന്ന് പറയുന്ന ഒരാളെ ഇന്ത്യൻ ഒരു ഹയർ ഒഫീഷ്യൽ അല്ലെങ്കിൽ ഇന്റലിജൻസ് ഓഫീസർ കോണ്ടാക്ട് ചെയ്തു. അപ്പൊ ഇതിന്റെ എല്ലാ രേഖകളും US-ന്റെ കയ്യിലുണ്ട്. അപ്പൊ അതോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യ US തമ്മിലുള്ള ബന്ധത്തിന് വളരെ വലിയൊരു വിള്ളൽ വരുന്നുണ്ട്. അപ്പൊ ജനുവരി 26-ന് ചീഫ് ഗസ്റ്റ് ആയിട്ട് ബൈഡൻ വരുമെന്ന് പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ഇതുകൊണ്ട് മാത്രമല്ല, 27-ന് പ്രഖ്യാപിച്ച ക്വാഡ് സമ്മിറ്റ് കൂടി മാറ്റണം. അപ്പൊ ഇതുപോലെയുള്ള പല കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അദ്ദേഹം വരുന്നില്ല. അപ്പൊ ഇദ്ദേഹം ഈ പ്രാഗിൽ പിടിയിലായ നിഖിലിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചെക്കോസ്ലോവാക്യ അമേരിക്കക്ക് കൈമാറാനിരിക്കെ ഇന്ത്യൻ സുപ്രീം കോടതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഹാജരാകാൻ കുടുംബം ഹേബിയസ് കോർപ്പസ് ഹർജിയുമായി സമീപിച്ചു. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞത് എന്താണ്, ഈ വിഷയത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല, വേണമെങ്കിൽ നിഖിൽ വേണമെങ്കിൽ എന്ത് ചെയ്യട്ടെ, ചെക്ക് കോടതിയെ സമീപിക്കട്ടെ എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവിടെ വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ എന്താണ്, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ത്യൻ ഒഫീഷ്യൽസ് ഇദ്ദേഹത്തോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടതാണെങ്കിൽ ഇവിടെ ഫാമിലി സുപ്രീം കോടതിയിൽ വന്നതിന് എന്തുണ്ട്, സാങ്കത്യമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു പൗരനെ സംരക്ഷിക്കേണ്ട ഡ്യൂട്ടി എന്തുണ്ട്, ഇന്ത്യക്കുണ്ട് അല്ലെ. അപ്പൊ ആ രീതിയിലായിരിക്കും ഫാമിലി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടാവും. കാരണം US മുന്നോട്ട് വെച്ച ഒരു കാര്യം എന്തായിരുന്നു,
ഇദ്ദേഹത്തിന് ഇന്ത്യൻ ഒരു ഹൈ ഒഫീഷ്യൽ ഇദ്ദേഹത്തെ ഫോണിലൂടെയും ഇലക്ട്രോണിക് മീഡിയയിലൂടെയും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേരിൽ ഗുജറാത്തിലുള്ള കേസുകളൊക്കെ, ക്രിമിനൽ കേസുകളൊക്കെ പിൻവലിക്കാം. ഇദ്ദേഹം ഒരു ഡ്രഗ് ഡീലർ കൂടിയാണ്. അപ്പൊ ചെക്ക് സർക്കാർ ഇദ്ദേഹത്തെ US സർക്കാരിന് മാറുന്നത്, അപ്പൊ അതിൽ ഇടപെട്ടുകൊണ്ട് എന്ത് ചെയ്യണം, ഇദ്ദേഹത്തെ നേരെ ഇന്ത്യയിലേക്ക് എത്തിക്കണം. ആ ഒരു ഹേബിയസ് കോർപ്പസ് ഹർജിയിലാണ് എന്ത് ചെയ്യുന്നത്, സുപ്രീം കോടതി തീരുമാനം പറഞ്ഞിരിക്കുന്നത്. അടുത്തൊരു കാര്യം, ശിവസേന MLA മാരുടെ അയോഗ്യത ജനുവരി 10-നകം തീരുമാനിക്കണമെന്ന് സുപ്രീം കോടതി. ഇതൊന്നും നിങ്ങൾ പഠിക്കണ്ട. കാരണം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, രണ്ട് രീതിയിലുള്ള അയോഗ്യതയാണുള്ളത്. ഒന്ന്, നമ്മൾ ഈ പറയുന്ന ഒന്നുകിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന രീതിയിലോ അല്ലെങ്കിൽ പീപ്പിൾസ് റെപ്രസെന്റേഷൻ ആക്ട് 1951, അപ്പൊ ഇത് പ്രകാരമോ ഒരാള് അയോഗ്യനായി പ്രഖ്യാപിക്കപ്പെടുകയാണെങ്കിൽ പാർലമെന്റിൽ എന്താണ്, സഭയുടെ അധ്യക്ഷൻ ചെയറാണ് തീരുമാനം എടുക്കുന്നത്. അത് സ്റ്റേറ്റിലാണെങ്കിലും സഭയുടെ ചെയറാണ് തീരുമാനം എടുക്കുന്നത്. അതേ സമയത്ത് ഇവിടെ ആന്റി ഡിഫെക്ഷൻ എന്ന് പറയുന്ന കാര്യമുണ്ട് അല്ലെ, 10th ഷെഡ്യൂൾ. അപ്പൊ ഈ 10th ഷെഡ്യൂൾ അനുസരിച്ച് ഒരാളെ അയോഗ്യനായി പ്രഖ്യാപിക്കുന്നത് ആരാണ്? സോറി, പറഞ്ഞത് മാറിപ്പോയതാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അതേപോലെ തന്നെ 1951 ആക്ട് പ്രകാരം അത് കേന്ദ്രത്തിലാണെങ്കിൽ പ്രസിഡന്റും സ്റ്റേറ്റിലാണെങ്കിൽ ഗവർണറും ആണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ തീരുമാനം എടുക്കുന്നത്. വൺസ് അഗെയിൻ ഒന്ന് കറക്റ്റ് ചെയ്യാണ്, ഭരണഘടനാപരമായോ അല്ലെങ്കിൽ 1951 പീപ്പിൾസ് റെപ്രസെന്റേഷൻ ആക്ട്, ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ പ്രകാരമാണ് അയോഗ്യതയെങ്കിൽ അതൊന്നുകിൽ രാഷ്ട്രപതി അല്ലെങ്കിൽ ഗവർണറാണ് തീരുമാനം എടുക്കുന്നത്. അതേ സമയത്ത് 10th ഷെഡ്യൂൾ 10ാം ഷെഡ്യൂൾ അനുസരിച്ച് ആന്റി ഡിഫെക്ഷൻ ലോ ഇതനുസരിച്ച് ഒരാൾ അയോഗ്യനാക്കപ്പെടുകയാണെങ്കിൽ സ്പീക്കറാണ് തീരുമാനം എടുക്കുക അല്ലെ. അപ്പൊ സ്പീക്കർ ആരായിരിക്കും? ആരാണോ റൂളിംഗ് പാർട്ടി അവരുടെ ആളായിരിക്കും സ്പീക്കർ. അപ്പൊ സ്പീക്കറുടെ തീരുമാനങ്ങളൊക്കെ റൂളിംഗ് പാർട്ടിക്ക് അനുകൂലമായ രീതിയിലേ ചെയ്യുള്ളൂ. അപ്പൊ ബ്രിട്ടനിലുള്ള പോലെ സ്പീക്കർ ആകുന്ന ആള് പരിപൂർണമായും നിഷ്പക്ഷനാവാൻ വേണ്ടി പാർട്ടിയുടെ അംഗത്വം രാജിവെക്കുന്നു. അത്തരത്തിലുള്ള ഒരു വ്യവസ്ഥ ഇന്ത്യയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ റൂളിംഗ് പാർട്ടിയുടെ ആളായ സ്പീക്കർ, അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും, ആ റൂളിംഗ് പാർട്ടിക്ക് ഫേവറബിൾ ആയിട്ട് ഡിസിഷൻ എടുക്കാനുള്ള പോസിബിലിറ്റി കൂടുതലുള്ളൂ. അപ്പൊ ഈ ആന്റി ഡിഫെക്ഷൻ ലോയിൽ ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ സ്റ്റേറ്റ് വേഴ്സസ് ഗവർണർ എന്ന് പറയുന്ന ഇതേ രീതിയിലുള്ള ഒരു പ്രശ്നം എന്ത് ചെയ്യും, ഈ പറയുന്ന ആന്റി ഡിഫെക്ഷൻ ലോ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആന്റി ഡിഫെക്ഷൻ ലോ പ്രകാരം അയോഗ്യത കൽപ്പിക്കപ്പെടേണ്ട ആളുകൾ, അപ്പൊ ഈ തീരുമാനം എക്സ്റ്റെൻഡ് ചെയ്ത് എന്ത് ചെയ്യും, അടുത്ത തെരഞ്ഞെടുപ്പ് വരെ പോകും. അപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പിൽ സഭയിൽ പിരിച്ചുവിട്ടാൽ പിന്നീട് ഇവരുടെ അയോഗ്യതയെ കുറിച്ച് ചോദ്യമല്ലല്ലോ, അടുത്ത തെരഞ്ഞെടുപ്പിൽ വന്നതല്ലേ. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. അപ്പൊ 10ാം ഷെഡ്യൂൾ അനുസരിച്ച് ഒരാളെ അയോഗ്യത പ്രഖ്യാപിക്കാനുള്ള ഒരു കാര്യം. അപ്പോ ഈ പറയുന്ന ഖലിസ്ഥാൻ നേതാവിന് നേരെയുള്ള വധശ്രമം നിഖിൽ വേണമെങ്കിൽ എന്ത് ചെയ്യട്ടെ, ചെക്ക് കോടതിയെ സമീപിക്കട്ടെ എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു കാര്യം, ഉക്രൈന് $5400 കോടി നൽകാനുള്ള യൂറോപ്യൻ യൂണിയന്റെ നീക്കത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹംഗറി തടഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ രണ്ട് യുദ്ധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഹമാസ് ഇസ്രായേൽ എന്ന് പറയുന്ന യുദ്ധം. അപ്പൊ യൂറോപ്യൻ യൂണിയൻ ആരുടെ ഭാഗത്തായിരിക്കും? ഇസ്രായേലിന്റെ ഭാഗത്തായിരിക്കും. അതേപോലെ തന്നെ റഷ്യ ഉക്രൈൻ വാർ, ഇവിടെ യൂറോപ്യൻ യൂണിയൻ ആരുടെ ഭാഗത്തായിരിക്കും? ഉക്രൈന്റെ ഭാഗത്തായിരിക്കും. അപ്പൊ ഉക്രൈന് $5400 കോടി, ഏകദേശം 44,000 കോടി രൂപയിലേറെ വരുന്ന അത് നൽകാനുള്ള യൂറോപ്യൻ യൂണിയന്റെ നീക്കത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഹംഗറി പ്രധാനമന്ത്രി എന്ത് ചെയ്തിട്ടുണ്ട്, തടയിട്ടിട്ടുണ്ട്. അപ്പൊ യൂറോപ്യൻ യൂണിയനിൽ അംഗത്വം നൽകാനുള്ള ചർച്ചകൾ ആരംഭിക്കാൻ നീക്കം നടക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു സമയത്താണ് റഷ്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഹംഗറി എന്ത് ചെയ്തത്, ഈ പറയുന്നത് എന്ത് ചെയ്തത്, അതിന് പ്രതികൂലമായി പ്രതികരിച്ചിരിക്കുന്നത്. അപ്പൊ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് $5400 കോടി ഈ പറയുന്ന ഉക്രൈന് സഹായം നൽകുന്നത് ഹംഗേറിയൻ പ്രസിഡന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, വീറ്റോ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അദ്ദേഹം അതിനെ തടഞ്ഞതിന്റെ കാരണം ഈ പറയുന്ന ഉക്രൈൻ എന്തല്ല, നാറ്റോയിലും മെമ്പർ അല്ല അല്ലെ. അതേപോലെ തന്നെ അദ്ദേഹം യൂറോപ്യൻ യൂണിയനിലും അംഗമല്ല. അതേസമയത്ത് യൂറോപ്യൻ യൂണിയനിൽ അംഗമാക്കാനുള്ള ചർച്ചകൾ എന്ത് ചെയ്യുന്നുണ്ട്, പുരോഗമിക്കുന്നുണ്ട്. അതേസമയത്ത് ഇപ്പൊ സഹായം നൽകാൻ പറ്റില്ല. അപ്പൊ ഈ പറയുന്ന യൂറോപ്യൻ യൂണിയൻ ഉക്രൈനെ സഹായിക്കാനുള്ള തീരുമാനം അത് തടഞ്ഞത് ആരാണ്?
ഏത് രാജ്യമാണ്? അപ്പൊ ഹംഗറിയാണ്. ഹംഗറിയുടെ പ്രധാനമന്ത്രി ആരാണ് എന്നത് കൂടി ഒന്ന് പഠിച്ചു വെക്കണം. ആരാണ്? വിക്ടർ ഓർബൺ ആണ് എന്ത് ചെയ്യുന്നത്? ഹംഗേറിയൻ. അപ്പൊ ഈ ഹംഗറി എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന റഷ്യയുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. അടുത്തൊരു കാര്യം, ഇന്ത്യ കയറ്റുമതിയിൽ നിയന്ത്രണം വരുത്തിയിട്ടുണ്ട് അല്ലെ? സവാളയുടെ വില ഇത് കൂടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? കയറ്റുമതിയിൽ ഒരു ചെറിയ ഇളവ് മീൻസ് നിയന്ത്രണം വരുത്തിയിട്ടുണ്ട്. അപ്പോ UAE പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ എന്തായിരിക്കും? ഇനി ഉള്ളിയുടെ വില കുത്തനെ കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പൊ ഓൾറെഡി കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ 70 to 80 ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഉള്ളിയുടെ വില. അപ്പൊ ഈ പറയുന്ന എക്സ്പോർട്ട് സ്വാഭാവികമായും എന്ത് ചെയ്യും? എക്സ്പോർട്ടിന് റീജിയണൽ മാർക്കറ്റിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ വില ലഭിക്കും. അപ്പൊ ആളുകൾ ഇത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അപ്പൊ ഇന്ത്യൻ മാർക്കറ്റിൽ സപ്ലൈ വീണ്ടും കുറയും അല്ലെ? കാരണം എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ പൈസ ഇട്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വിദേശത്തേക്ക് കയറ്റി അയക്കുമല്ലോ. അപ്പൊ വിദേശത്തേക്ക് കൂടുതൽ സപ്ലൈ പോകുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലുള്ള സപ്ലൈ കുറയും. അപ്പൊ ഇന്ത്യൻ മാർക്കറ്റിൽ സപ്ലൈ കുറഞ്ഞാൽ എന്ത് ചെയ്യും? ഇന്ത്യയിൽ ഒരിക്കൽ കൂടി ഡിമാൻഡ് കൂടും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ കയറ്റുമതിയിൽ നിയന്ത്രണം വെച്ചിരിക്കുന്നത്. അടുത്തൊരു കാര്യം, മലപ്പുറം ബാങ്കിന്റെ ലയനം അഥവാ മലപ്പുറം ജില്ലാ ബാങ്ക് ഈ പറയുന്ന കേരള ബാങ്കിൽ ലയിച്ചത്. അപ്പൊ നിയമ നടപടിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? റിസർവ് ബാങ്ക് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ഏർപ്പെട്ടിട്ടുണ്ട്. അതോടുകൂടി സർക്കാരിന് എന്ത് ചെയ്യുന്നുണ്ട്? അത് വളരെ വലിയൊരു ഭീഷണിയായിട്ട്. അപ്പം RBIയുടെ മുൻകൂർ അനുമതി ഇല്ലാതെയാണ് ലയനം നടന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക. RBI. അപ്പൊ RBI ഒരു ബാങ്ക് മറ്റൊരു ബാങ്കിൽ ലയിക്കാൻ. അപ്പൊ ഇവിടെ ഒരുപാട് ബാങ്കുകൾ ലയിക്കുന്നുണ്ടല്ലോ. ഇപ്പോ SBIയിലേക്ക് SBTകളും അതേപോലെ തന്നെ ഇപ്പൊ കേരളത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ആണ്. അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ ഉണ്ട്. ഇതുപോലെയുള്ള ഒരുപാട് സ്റ്റേറ്റ് ബാങ്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? SBIയിൽ ലയിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കുക, എന്തൊക്കെയാണ് ബാങ്കായി RBI അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ ബാങ്കിങ് സ്ഥാപനമായി അംഗീകരിക്കാൻ RBI മുന്നോട്ട് വെക്കുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ ഒരു ബാങ്ക് മറ്റൊരു ബാങ്കിൽ ലയിക്കുന്നതിനുള്ള പ്രൊസീജിയേഴ്സ് എന്താണ്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അടുത്തൊരു കാര്യം, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഡിസംബർ 23 നടക്കുന്ന ബേർലി അതേപോലെ തന്നെ ഫുൾഹാം മത്സരം എന്ത് ചെയ്യും? റെബേക്ക നിയന്ത്രിക്കും. അപ്പൊ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആദ്യ വനിതാ റഫറിയായി ചരിത്രം കുറിക്കാൻ ആര് വരുന്നുണ്ട്? റെബേക്ക വെൽഷ്. അപ്പൊ ഇവിടെ നിങ്ങൾ മറ്റൊരു കാര്യം ഒന്ന് പഠിച്ചു വെക്കണം. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, പുരുഷ ലോകകപ്പ് നിയന്ത്രിച്ച ആദ്യ വനിതാ റഫറി ആരാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആരായിരുന്നു? സ്റ്റെഫാനി ഫ്രപ്പാട്ട്, ഫ്രാൻസുകാരിയാണ്. അപ്പൊ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ആദ്യ വനിതാ റഫറിയായി ചരിത്രം കുറിക്കാൻ വരുന്നത് ആരാണ്? റെബേക്ക വെൽഷ് ആണ്. അപ്പൊ ഡിസംബർ 23 നടക്കുന്നതിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇവര് റഫറി ആകുന്നത്. ഓക്കെ ആണോ? 2010 റഫറിയായി വരുന്നത്. 2017, 2020 ഈ പറയുന്ന വിമൻസ് FA കപ്പ് ഫൈനൽ ഉൾപ്പെടെയുള്ള നിയന്ത്രിച്ചിട്ടുണ്ട്. 2027 യുവേഫയുടെ വനിതാ എലൈറ്റ് റഫറിമാരുടെ പട്ടികയിലുണ്ട്. അപ്പൊ ഇവരാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലത്തെ ആദ്യ വനിതാ റഫറിയായി വരുന്നത്. ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വൺ, ധോണിയോടുള്ള ആദര സൂചകമായിട്ട് ധോണിയുടെ ഈ നമ്പർ 7 ഇനി ആർക്കും നൽകേണ്ടതില്ല എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? BCCI തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആയിരുന്ന മഹേന്ദ്ര സിംഗ് ധോണിയോടുള്ള ആദര സൂചകമായി അദ്ദേഹം ധരിച്ചിരുന്ന 7ാം നമ്പർ ജേഴ്സി ഇനി മറ്റ് കളിക്കാർക്ക് നൽകേണ്ടതില്ല എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? BCCI തീരുമാനിച്ചിട്ടുണ്ട്. 2007 T20 ലോകകപ്പ്, 2011 ഏകദിന ലോകകപ്പ്, 2013 ചാമ്പ്യൻസ് ട്രോഫി. അപ്പൊ ഇത് നേടുന്നതിലൂടെ ICCയുടെ 3 ട്രോഫികളും നേടിയ ഒരേ ഒരു ക്യാപ്റ്റൻ ആയിട്ട് ആര് മാറിയിട്ടുണ്ട്? ധോണി മാറിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന 7ാം നമ്പർ ജേഴ്സി ഇനി ആർക്കും നൽകുന്നില്ല. അതേപോലെ സച്ചിൻ ടെണ്ടുൽക്കറിനോടുള്ള ആദരമായി അദ്ദേഹം അണിഞ്ഞ 10ാം നമ്പർ ജേഴ്സിയും എന്ത് ചെയ്തിട്ടുണ്ട്? BCCI പിൻവലിച്ചിരുന്നു. അതേസമയത്ത് ഷാർദുൽ താക്കൂറിന്റെ കരിയറിന്റെ തുടക്കകാലത്ത് അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? ഈ പറയുന്ന 10ാം നമ്പർ ജേഴ്സി അണിഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ 7, 10 നമ്പർ ജേഴ്സികൾ ഇനി എന്ത് ചെയ്യില്ല? മറ്റൊരു താരത്തിന് നൽകാൻ സാധിക്കുന്നില്ല. ഓക്കെ. അടുത്തൊരു കാര്യം, വായ്പാ പലിശ കൂട്ടി SBI. അപ്പൊ SBI എന്ത് ചെയ്യുന്നുണ്ട്? വായ്പാ പലിശ കൂട്ടിയിട്ടുണ്ട്. രാജ്യത്തിലെ ഏറ്റവും വലിയൊരു പൊതുമേഖലാ ബാങ്കാണ് SBI. അപ്പൊ SBI എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന അടിസ്ഥാനമാക്കിയുള്ള വായ്പകളുടെ പലിശ 0.1% എന്ത് ചെയ്തിട്ടുണ്ട്? കൂട്ടിയിട്ടുണ്ട്. അപ്പൊ പുതിയ നിരക്ക് വെള്ളിയാഴ്ചയായും പ്രാബല്യത്തിൽ വരുന്നത്
ഒറ്റ ദിവസത്തെ പലിശ 8% തുടരുന്നതായിരിക്കും. 1 മാസം 3 മാസം കാലാവധി വായ്പകളുടെ പലിശ 8.15% നിന്ന് 8.2% ഉയരും. 6 മാസ വായ്പകൾക്ക് 8.45 ഉള്ളത് 8.55 ആയിട്ട് ഉയരും. അതേപോലെ 1 വർഷത്തേക്ക് 8.55 ഉള്ളത് 8.65 ആയി മാറും. 2 വർഷത്തേക്കുള്ളത് 8.65 നിന്ന് 8.75 മാറും. 3 വർഷത്തിൽ കൂടുതലുള്ളത് 8.75 നിന്ന് 8.85. അപ്പൊ ഇവിടെയൊക്കെ എന്താണ് 1% മീൻസ് എന്താണ് 0.1% കൂടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ എന്താണ് ഒരു 0.5% മാത്രമാണ് കൂടിയത്, 0.5 കേട്ടോ. അടുത്തൊരു കാര്യം, ലോക ചാമ്പ്യൻ പട്ടം ആർക്കാണ്? അന്താരാഷ്ട്ര ടെന്നീസ് ഫെഡറേഷന്റെ ലോക ചാമ്പ്യൻ പട്ടം 8ാം തവണയും ആർക്ക് ലഭിച്ചിട്ടുണ്ട്? നൊവാക് ജോക്കോവിച്ച്. ഇദ്ദേഹം എന്താണ് 1ാം നമ്പർ താരമാണ്. ലോക 1ാം നമ്പർ താരമായ ജോക്കോവിച്ചിനാണ് 8ാം തവണയും ലഭിച്ചിരിക്കുന്നത്. വനിതകളിൽ ബെലറൂസിന്റെ ആര്യന സബലെങ്കിക്കാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്നത് ലഭിച്ചിരിക്കുന്നത്. ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത് ലോക ചാമ്പ്യൻ പട്ടം നൽകുന്നത്. അതേസമയത്ത് ജോക്കോ ഈ സീസണിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ, US ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ ഇത് നേടിയിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ATP ഫൈനലിലും അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന രീതിയിൽ കപ്പ് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ അല്ലെങ്കിൽ സിംഗിൾസ് കിരീടങ്ങൾ എന്ന് പറയുന്ന റെക്കോർഡും ആരുടെ കയ്യിലാണ്? ഈ പറയുന്ന ജോക്കോവിച്ചിന്റെ കയ്യിലാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഒരു കാര്യം കൃത്യമായ രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ ആരൊക്കെയാണ്? ജോക്കോവിച്ച് ഉണ്ട്, അതേപോലെ തന്നെ സബലെങ്കിയുണ്ട്, അതേപോലെ തന്നെ ഫിൻലൻഡും US-ഉം. അപ്പൊ ഈ പറയുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യമാണല്ലോ ഫിൻലാൻഡ്. അപ്പൊ ഫിൻലൻഡും US-ഉം തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു മിലിറ്ററി കരാറുണ്ട്. അപ്പൊ ഈ മിലിറ്ററി കരാർ വരുന്നതോടുകൂടി എന്ത് ചെയ്യാൻ പറ്റും? ഇനി US മിലിറ്ററി ഫിൻലൻഡിൽ എന്ത് ചെയ്യും? തമ്പടിക്കുന്നതായിരിക്കും. അപ്പൊ ഫിൻലൻഡിലെ 15 ഇടങ്ങളിൽ US സേനക്ക് പ്രവർത്തനാധികാരം നൽകുന്നതാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കരാറ്. അപ്പൊ പ്രതിരോധ കരാറാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന US-ഉം അതേപോലെ തന്നെ ഫിൻലാൻഡും തമ്മിലുള്ളത്. അടുത്തൊരു കാര്യം, SBI പഴയ ഭവന വായ്പക്ക് പലിശ കൂടുന്നതാണ്. നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ പറയുന്ന SBI എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന പലിശയിൽ 0.1% എന്ത് ചെയ്തിട്ടുണ്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സൂറത്ത് വിമാനത്താവളം ഇനി രാജ്യാന്തര വിമാനത്താവളമാകും. അഥവാ സൂറത്ത് വിമാനത്താവളം ഇന്റർനാഷണൽ എയർപോർട്ടായി മീൻസ് എയർപോർട്ട് ആക്കാനുള്ള പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. അടുത്തത്, റഷ്യയിലെ വൻകിട കപ്പൽ നിർമ്മാണശാലകളുമായി മലയാളി കമ്പനിക്ക് കരാറുണ്ട്. ഏതാണ് കമ്പനി? അത് ഈ പറയുന്ന റഷ്യയിലെ ഏറ്റവും വലിയ വാണിജ്യ നിർമ്മാണശാലയായ സെസ്ദ ഷിപ്പ് ബിൽഡിംഗ് കോംപ്ലക്സിന്റെ കപ്പൽ നിർമ്മാണത്തിൽ പങ്കാളിയാകാൻ മുംബൈ മലയാളിയുടെ കമ്പനി കരാർ നേടിയിട്ടുണ്ട്. അപ്പൊ പട്ടണംതിട്ട സ്വദേശിയായ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നേവി മുംബൈയിലുള്ള ക്രാസ്നി ഡിസൈൻസ് ടെക്നോളജീസ് എന്ന കമ്പനിയാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന റഷ്യൻ കമ്പനിയുമായിട്ട്. അപ്പൊ ഏതാണ് കമ്പനി? ഈ പറയുന്ന ക്രാസ്നി ഡിഫൻസ് ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഏതാണ് റഷ്യൻ കമ്പനി? സെസ്ദ ഷിപ്പ് ബിൽഡിംഗ് കോംപ്ലക്സ് ആണ്. അപ്പൊ ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കാം. അടുത്തത്, ഇപ്പൊ KSRTC എന്ന് പറയുന്നത് ഇപ്പൊ കേരളത്തിനായിരുന്നു പാറ്റന്റ് അല്ലെ. ഓക്കെ, അപ്പൊ കർണാടക ഇത് ഉപയോഗിക്കരുത് എന്ന കേരളത്തിന്റെ വാദം എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇവിടെ കർണാടക അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ബാറ്റിൽ കർണാടക ജയിച്ചിട്ടുണ്ട്. അപ്പൊ കർണാടകക്കും എന്ത് ചെയ്യാം ഈ പറയുന്ന KSRTC എന്ന് പറയുന്നത് യൂസ് ചെയ്യാം. അപ്പൊ ബോത്ത് കർണാടക ആൻഡ് കേരള RTCs have been using acronym KSRTC for many decades. However, Karnataka SRTC had registered acronym and it is logo when Controller General of Parents designs trademark. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? കേരളം പറഞ്ഞത് കേരളത്തിന് പാറ്റന്റ് കേരളത്തിൻ്റെതാണെന്ന് കിട്ടിയിരുന്നു. പക്ഷെ കർണാടക ഇത് ഉപയോഗിക്കരുത് എന്ന ബാറ്റിൽ ആരാണ് ജയിച്ചിരിക്കുന്നത്? ഇപ്പോ കർണാടകയാണ് എന്ത് ചെയ്യുന്നത് വിജയിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. അടുത്ത നമ്മൾ പറഞ്ഞു നാറ്റോ മെമ്പർ ആയിരുന്ന, ഇപ്പൊ ഫിൻലാൻഡ് റീസെന്റ് ആയിട്ടാണ് നാറ്റോ മെമ്പർ ആയത്. അദ്ദേഹം US-ഉമായി ഈ ഫിൻലാൻഡിൽ എന്ത് ചെയ്യും ഈ പറയുന്ന 15 മിലിറ്ററി ബേസുകൾ ആര് സ്ഥാപിക്കും? US സ്ഥാപിക്കും. ഇത് ആർക്ക് ഭീഷണിയാണ്? റഷ്യക്ക് അതൊരു ഭീഷണിയാണ്. നിങ്ങൾ ആ മാപ്പ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഫിൻലാൻഡ്, റഷ്യ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ട് US ബേസ് ഫിൻലാൻഡിൽ വന്നാൽ അത് റഷ്യക്ക് ഭീഷണിയാകുന്നു എന്നത്.
അടുത്തൊരു കാര്യം, യമൻ ഹൂത്തീസ് എന്ത് ചെയ്യുന്നുണ്ട്, റെഡ് സീയിൽ ഒരു കാർഗോ ഷിപ്പിന് എന്ത് ചെയ്തിട്ടുണ്ട്, അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ഇത് ഇറാൻ ബാക്ക്ഡ് ആണ് ഈ പറയുന്ന ഹുത്തീസ്. അപ്പൊ ഇവര് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗാസ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഇസ്രായേലിലേക്ക് പോകുന്ന സംഗതികളെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതി ഇപ്പം റീസെന്റ് ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ നമ്മൾ പറഞ്ഞു യുണൈറ്റഡ് നാഷൻസ് ജനറൽ അസംബ്ലിയിൽ ഈ പറയുന്ന പ്രമേയം പാസ്സായതോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, അമേരിക്കൻ പ്രതിനിധികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇസ്രായേലിലേക്ക് ഓടിപ്പാഞ്ഞെത്തിയിട്ടുണ്ട്. അപ്പൊ രണ്ട് പ്രശ്നങ്ങളാണ് ഇവിടെ ഉള്ളത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ആവശ്യം ശക്തമായ രീതിയിൽ വരുന്നുണ്ട്. അതോടൊപ്പം ഇസ്രായേലിനെ അനുനയിപ്പിക്കുക എന്നൊരു കാര്യം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഭാഗമായി വരുന്നുണ്ട്. അടുത്തൊരു കാര്യം, റഷ്യൻ ജിയോഗ്രഫിക്കൽ സൊസൈറ്റി ഓപ്പൺസ് ഇന്ത്യ സെന്റർ. അപ്പൊ റഷ്യൻ ജിയോഗ്രഫിക്കൽ സൊസൈറ്റി എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഇന്ത്യ സെന്റർ എന്ന് പറയുന്നത് റഷ്യൻ ഹൗസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സ്റ്റേറ്റ് സ്റ്റാൻഡ്സ് സെക്കൻഡ് ഇൻ എനർജി എഫിഷ്യൻസി അറ്റ് നാഷണൽ ലെവൽ. അപ്പൊ അഖിലേന്ത്യാ തലത്തിൽ കേരളയാണ് എന്ത് ചെയ്യുന്നത്, സെക്കൻഡ് അഥവാ എനർജി എഫിഷ്യൻസി അല്ലെങ്കിൽ പെർഫോമൻസ് അവാർഡിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ആരാണ്, ആന്ധ്രാപ്രദേശ് ആണ് 83 പോയിന്റോട് കൂടി. രണ്ടാം സ്ഥാനത്ത് ആരാണ്, കേരളയാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. അതേപോലെ നമ്മൾ നേരത്തെ ന്യൂസിൽ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്, ലൈഫ് അച്ചീവ്മെന്റ് അവാർഡ് ആർക്കാണ്, പോളിഷ് ഫിലിം മേക്കർ ആയിരിക്കുന്ന ജനൂസിക്കാണ് എന്ത് ചെയ്തത്, ലഭിച്ചിരിക്കുന്നത്. ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിപ്പോ പറഞ്ഞു കർണാടകയാണ് എന്ത് ചെയ്യുന്നത്, ഈ ലീഗൽ ബാറ്റിൽ വിജയിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ MS സുബ്ബലക്ഷ്മി അവാർഡ് ആർക്കാണ്, ബോംബെ ജയശ്രീക്കാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ക്ലാസിക്കൽ മ്യൂസിക് നോട്ട് ഓൺലി പ്രിസർവ്സ് ദി നുവാൻസസ് ഓഫ് ആർട്ട് ഫ്രം ബട്ട് ഓൾസോ അലൗസ് അഡിക്വേറ്റ് സ്പേസ് ഫോർ ആർട്ടിസ്റ്റ് ഫോർ ഇംപ്രൊവിഷൻ. അപ്പൊ ഈ പറയുന്നത് ആർക്കാണ് ഈ സുബ്ബലക്ഷ്മി അവാർഡ് ലഭിച്ചിരിക്കുന്നത്, ഈ പറയുന്ന ബോംബെ ജയശ്രീക്കാണ്. ഈ പറയുന്ന കാര്യം കൂടി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നാളെ സൺഡേ നമ്മൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പൊ സൺഡേയുടെ ക്ലാസ് നമ്മൾ എന്ത് ചെയ്യും, മൺഡേയിൽ നിങ്ങൾക്ക് കവറപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. ദാറ്റ്സ് ഓൾ. അപ്പൊ നിങ്ങൾ മാക്സിമ PSC എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ പോയിട്ട് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് നോട്ടുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അതിൽ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഓൾ. Mm-mm.